കെ എം ഷാജി ഒരു രാഷ്ട്രീയ നേതാവല്ലെന്നും എന്ത് തോന്നിവാസവും വിളിച്ചു പറയുന്ന ആളാണെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ. എല്ലാവരും വികസന വിരുദ്ധരായെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. AKGയെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗമുണ്ട്. ഈ ഷാജി എന്ത് തോന്നിയാസവും പറയാൻ ഒരു മടിയില്ലാത്ത രാഷ്ട്രീയ നേതാവാന്ന് തന്നെ പറയാൻ പറ്റില്ല. തോന്നിയാസിയാണ്, എന്തു പറയും. അതിനോടൊന്നും മറുപടി പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവരോട് പറയാത്തത് തോന്നിയാസം തന്നെ. AKGയെ പറ്റി അതിൽ പറഞ്ഞതെല്ലാം തോന്നിയാസല്ല, അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും പറയാനുള്ള പദം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചു. ശ്രീ ജയചന്ദ്രൻ, കെ എം ഷാജി ഒരു മതമിളകിയ ആനയായി നമ്മുടെ സമൂഹത്തിലൂടെ ഇങ്ങനെ എന്തും വിളിച്ചു പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പാഞ്ഞ് നടക്കുകയാണ്. അദ്ദേഹത്തിന് മതമാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ. അദ്ദേഹത്തിന് മറ്റു സമുദായങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നതെല്ലാം ഇനി അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലൂടെ തിരിച്ച് എടുക്കണം. പിന്നീട് മറ്റ് AKGയെക്കുറിച്ച് മോശപ്പെട്ട പരാമർശം നടത്തുന്നു. അങ്ങനെ വർഗീയമായി ഈ സമൂഹത്തെ വല്ലാതെ ഭിന്നിപ്പിക്കുന്ന ഒരു പണിയാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഏറ്റെടുത്തിരിക്കുന്നത്. അതാണിപ്പോൾ ഗോവിന്ദ മാഷ് ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പറയാം. ഹലോ, കേൾക്കുന്നുണ്ട്. ഉള്ള വേഷങ്ങൾ ഈ കെ എം ഷാജിയെ പോലുള്ള രാഷ്ട്രീയത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതാവിനുണ്ടാകേണ്ട ഈ ഒരു പ്രാഥമികമായ നിലവാരവും പുലർത്തേണ്ട സംസ്കാരവുമുണ്ട്. അതിന് പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്ക് ഒന്നുമില്ല. എങ്കിലും കേരളത്തിന്റെ മഹിതമായ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള നാടാണല്ലോ കേരളം. AKG എന്താണ് കേരളത്തിന് എന്നുള്ളത് അറിയാൻ വയ്യാത്ത അത്ര ഒരു നികൃഷ്ട ജന്മമായി പോയല്ലോ ഇയാളെ പോലുള്ള ഒരുത്തൻ എന്ന് ഞാൻ സഹതപിക്കുകയില്ല. കാരണം അത്ര നികൃഷ്ടമായി പോയല്ലോ ഇത്തരം ഒരുത്തൻ എന്ന് പ്രതിഷേധിക്കുകയുള്ളൂ. അതാണ് വേണ്ടത്. സഹതപിക്കുന്നതിന് പകരം ഷാജിയെ പോലുള്ളവരോട് എത്രത്തോളം ഉച്ചത്തിൽ പ്രതിഷേധിക്കാൻ കഴിയുമോ അത്രത്തോളം ഉച്ചത്തിൽ പ്രതിഷേധിക്കുക തന്നെയാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇയാളൊന്നും ജനപ്രതിനിധിയാകാൻ, ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ യോഗ്യതയില്ല എന്ന് നാളുകളായി തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കട്ടിലിനടിയെന്നല്ലേ കള്ളപ്പണം കൂടിയത്. ഈ പാണക്കാട് കുടുംബമാണല്ലോ ഇപ്പോഴും നയിക്കുന്നു എന്ന് പറയുന്നത്. അഖിലേന്ത്യാ പ്രസിഡന്റും ഈ സമുദായത്തിന്റെ നേതാവും ഒക്കെ ഒരാളായിരിക്കുന്ന ആ പാർട്ടിയില് ഇതുപോലെ ഇത്തരം തരംതാണ ഒരുത്തൻ, സംസ്കാര ശൂന്യം, അവനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. AKG ആരാണെന്നുള്ളത് ഇപ്പോഴത്തെ പാണക്കാട് തങ്ങൾക്ക് അറിയാം എന്ന് ഉറച്ച് കരുതുന്ന ആളാണ്, അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അദ്ദേഹത്തിന്റെ പിതാവും പ്രപിതാക്കന്മാരും ഒക്കെ AKGയും ഒക്കെ ആയിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ ആയിട്ടും CPIM ഒക്കെ ആയിട്ടും അടുത്ത ബന്ധമുള്ളതും നാട്ടിലെ സമര നേതൃത്വങ്ങൾക്ക് AKG നായകത്വം വഹിക്കുമ്പോൾ ഒക്കെയാണ്. അങ്ങനെ എത്രയോ പ്രസ്ഥാനമാണത്. ആ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഷാജിയെ പോലുള്ള ആൾക്കാർ ഇത്തരത്തിൽ വില കുറഞ്ഞ രംഗം എന്ന് പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് വരുന്നത്. ഒന്നുമില്ല, ഇത്തരക്കാർക്ക് രംഗം കൈയടക്കാനുള്ള വേദിയല്ല കേരളത്തിന്റെ പൊതുമണ്ഡലവും പൊതുമനസാക്ഷിയും പൊതുസമൂഹവും. ഷമി, ഇത്തരക്കാരെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ജനത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. മുസ്ലിം ലീഗിന്റെ അജണ്ടയൊക്കെ കൈവച്ചാൽ മതി ഇയാളെ കൊണ്ട് ഇറങ്ങിയിട്ട്. ഇത്തരക്കാരെയും കൊണ്ട് ഈ പൊതുജനത്തിൽ ഇറങ്ങിയിട്ട് നേട്ടം ചെയ്യാം എന്നുള്ള മിഥ്യാധാരണയിലാണ് മുസ്ലിം ലീഗ് ഇരിക്കുന്നതെങ്കിൽ അതങ്ങ് കൈവച്ചാൽ മതി എന്ന് തീർത്ത് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല.